ജൂൺ മാസ പെൻഷൻ തീയതി അറിയിപ്പെത്തി. 50 വയസ്സിനു മുകളിൽ പ്രായമായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ വരെ നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴിയോ അടുത്തുള്ള അംഗനവാടി വഴിയോ അപേക്ഷകൾ നൽകാം. സംരക്ഷിക്കപ്പെടുന്ന വനിതകൾ ആരുടെയെങ്കിലും ആശ്രയത്തിൽ ആയിരിക്കണം. പ്രായപൂർത്തിയായ മക്കൾ ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല. മക്കൾ ഉണ്ടെങ്കിൽ അവർ ഭിന്നശേഷിയുള്ളവരോ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരോ ആയിരിക്കണമെന്നതാണ് പ്രധാന മാനദണ്ഡങ്ങൾ. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിന് വളരെ ആകാംക്ഷയോടെ ഗുണഭോക്താക്കൾ കാത്തിരിക്കുകയാണ്. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 വരെ നീട്ടി. 2019 ഡിസംബർ 31 മുതൽ പെൻഷൻ അനുവദിക്കപ്പെട്ടവരും ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവരും ഈ മാസം 30-നകം നൽകേണ്ടതാണ്. വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീ മാരേജ് സർട്ടിഫിക്കറ്റും ജൂൺ 30-നകം സമർപ്പിക്കണം. ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിനായി 23-ാം തീയതിയോടെ കടമെടുപ്പുണ്ടെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. 24-25 തീയതികളായി തുക അനുവദിക്കപ്പെടും. ജൂലൈ 5-ാം തീയതിക്കുള്ളിൽ എല്ലാവരുടെയും കൈകളിൽ പെൻഷൻ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കെട്ടിട തൊഴിലാളി പെൻഷൻ ഈ മാസം ഒരു ഗഡു ലഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക.